ഏതായാലും അടിയന്തരമായിട്ട് പണി തുടങ്ങും. പിന്നെ ഞങ്ങളൊരു ആദ്യം ഒരു പഠനം നടത്താൻ IIT എഞ്ചിനീയർമാരൊക്കെ വരുന്നുണ്ട്. വന്നതിന് ശേഷം ഇതിനെ അങ്ങനെ അവർ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അവർ വന്നിട്ടുണ്ട് IIT എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇത് വെള്ളം ഇങ്ങോട്ട് കയറാതിരിക്കാനും ഈ തോട്ടിൽ ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഒരു റീറ്റെയിനിങ് വേണം ഉദ്ദേശിച്ചത്. നേരത്തെ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ KSRTCയുടെ CMD ശ്രീ പ്രമോദ് ഇവിടെ വന്നു. അദ്ദേഹം ഒരു സ്കെച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ വന്ന് കണ്ടതിന് ശേഷം ഫൈനലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഇപ്പം MLA പറഞ്ഞു ഒരു കുറച്ച് നമ്മുടെ സ്കീമിൽ കുറച്ച് ഫണ്ട് അദ്ദേഹം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളും KSRTC കൂടെ ചിലവാക്കുകയാണ്. അത് നാണക്കേടാണ്. മാധ്യമങ്ങളിൽ എല്ലാ ദിവസവും മഴ പെയ്യുമ്പോൾ ഒരു നാണക്കേടാണ്. പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇതിപ്പോൾ ഈ വെള്ളം പമ്പ് ചെയ്ത് വേറെ സ്ഥലത്ത് കളയാമെന്ന് വിചാരിച്ചാൽ പ്രത്യേകിച്ച് സോഴ്സ് ഒന്നും കാണുന്നില്ല. നമ്മൾ ശ്രമം നടത്തുകയാണ്. ഇതെല്ലാം പൊക്കുന്ന അകമൊക്കെ പൊക്കി റെഡിയാക്കും. പക്ഷേ നിങ്ങളും കൂടെ എന്തെങ്കിലും ഐഡിയ പറയണം. കാരണം ഈ വെള്ളം അങ്ങ് കൊണ്ടുപോകാൻ പറ്റില്ല. അവസാനം ഇത് കഴിയുമ്പോൾ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് വെള്ളം പൊങ്ങിയോ എന്ന് ചോദിക്കരുത്. നമ്മളൊരു ശരിയായ ഒരു സോഴ്സും ആർക്കും പറയാനില്ല. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന റെയിൽവേ ട്രാക്കിനടിയിൽ കൂടി വെള്ളം അപ്പുറത്ത് കൊണ്ട് ചാടിക്കാമെന്നാണ് പറയുന്നത്. ഒരു പമ്പ് റെയിൽവേയുടെ അനുവാദം വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. കലങ്ങിനടി കൂടെ കൊണ്ടുപോകാനാണ്. കലം കൊണ്ടുപോയാൽ അടിയിൽ കൂടെ പൈപ്പ് വലിച്ച് അപ്പുറത്ത് കൊണ്ടുപോയാൽ വെള്ളം അല്ല, ഇതിനെ ഒന്ന് ഷട്ടർ ചെയ്ത് പൊളിക്കുന്നില്ല. ഇതിനെ ഈ കെട്ടിടം തന്നെ ഇത് തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നില്ല. പൊളിക്കുന്നൊന്നുമില്ല. പൊളിക്കാനുള്ള പൈസയൊന്നും നമ്മുടെ കയ്യിലില്ല. ഇതിനെ അപ്പുറത്ത് വൈറ്റിലെ ഹബ് ഇത് വരുന്നുണ്ടല്ലോ, സ്മാർട്ട് സിറ്റിയുടെ ഹബ്ബ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ സംരക്ഷിക്കും. ഇത് ഏതാ ഇല്ല, അതൊക്കെ ഈ കൂട്ടത്തിൽ വൃത്തിയാക്കാം. ആ ടോയ്ലറ്റൊക്കെ നശിച്ച് കിടക്കണം. അപ്പോൾ ആൾക്കാർ പറഞ്ഞ് അവിടെ അതെല്ലാം പൊട്ടി വീഴുകയാണ്. ഇത് ഒന്നാമത്തെ കാര്യം തന്നെ, വെള്ളം പോകാതെ വരുമ്പോൾ ഈ സെപ്റ്റി ടാങ്ക് എല്ലാം പെട്ടെന്ന് നിറയും. അതിനൊരു STP വയ്ക്കുന്ന കാര്യം നമ്മൾ ആലോചിക്കുകയാണ്. അതുകൊണ്ട് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വയ്ക്കും. കാരണം ഇവിടെ വരുന്ന ഇത്രയും ടോയ്ലറ്റ് എല്ലാം പൊളിച്ച് പുതുതായിട്ട് പണിയും. പക്ഷേ അത് ഇനി ടെൻഡർ വിളിച്ച് ഈ 5 രൂപ 10 രൂപ ആൾക്കാർ കൊടുക്കുന്ന പരിപാടിയില്ല. അതിന് ഉത്തരവാദിത്തോടെ ചെയ്യാൻ പറ്റുന്ന ഏജൻസികൾക്ക് ഇനി നമ്മൾ KSRTCയുടെ ടോയ്ലറ്റ് കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും മന്ത്രിക്ക് ഇവിടെ ഇരിക്കാൻ നോക്കും. നമുക്കൊരു ക്യാമറ വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ ഒരറ്റത്ത് CMDയും ഒരറ്റത്ത് മന്ത്രിയും ഇരുന്ന് നോക്കാം. പുതിയ സ്റ്റാൻഡ് നമ്മൾ MOU ഒപ്പിട്ടുണ്ട് ഇവിടെ സ്ഥലം കൊടുക്കുകയാണ്. പക്ഷേ അവിടെ ചതുപ്പാണ് തന്നിരിക്കുന്നത്. പകരം വൈറ്റ് തന്നിരിക്കുന്ന ചതുപ്പാണ്. അത് ഞങ്ങൾ നികത്തിയെടുക്കണമെങ്കിൽ കോടിക്കണക്കിന് വേണം. അപ്പോൾ അതൊന്ന് മാറ്റിത്തരും. എഗ്രിമെൻറ്റ് MOU ആയിട്ടുണ്ട്, എഗ്രിമെൻറ്റ് അത് ഒപ്പിട്ടിട്ടുണ്ട്. പക്ഷേ അത് ചതുപ്പായതുകൊണ്ടുള്ള വിഷമത്തിലാണ് നിൽക്കുന്നത്. ചതുപ്പ് നികത്തണമെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണം. അപ്പോൾ അത് ഒന്ന് പരിഹരിച്ച് തരണം. MLA MP കൂടെ ചേർന്ന്. ചതുപ്പ് KSRTCയുടെ തലയിൽ വെച്ചിട്ട് സിറ്റിയിലുള്ള സ്ഥലം കൊണ്ടുപോകാൻ പറ്റില്ല. അല്ല, നിങ്ങളെന്ത് സജഷൻ? ഞാനത് ഉയർത്താൻ തീരുമാനിച്ചു. അവിടെ ഒരു റീറ്റെയിനിങ് വാൾ, ആ തോട്ടിലെ വെള്ളം അഴുക്കുള്ള എടുക്കാതിരിക്കാൻ വേണ്ടി അങ്ങറ്റം വരെയും ഒരു റീറ്റെയിനിങ് വാൾ കോൺക്രീറ്റിൻ്റെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഫില്ല് ചെയ്ത് തെളിയിച്ചാണ്. എൻ്റെ ജോയിൻറ്റ് വന്നാൽ ചിലപ്പം ലീക്ക് വരും. അപ്പോൾ ഞങ്ങൾ നേരത്തെ അത് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പം സ്പോട്ട് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ 12 മീറ്ററുണ്ട്. അതിനിപ്പോൾ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് ഈ ഹൈറ്റിൽ ഒരു കോൺക്രീറ്റ് വാൾ പണി. അപ്പോൾ അതിലുള്ള വെള്ളം ഇങ്ങോട്ട് തള്ളിക്കയറത്തില്ല. അത്രയും ഒരു ഉപകാരം കിട്ടും. പിന്നെ ഇതിൽ വരുന്ന പെയ്ത്ത് വെള്ളമെല്ലാം ഈ ചുറ്റുമുള്ള ഓട തന്നെ വൃത്തിയാക്കിയിട്ട് ഒരു സമ്പിലേക്ക് അടിക്കും. ഈ ഗ്രൗണ്ട് ഉയർത്തുന്ന വെച്ചാൽ ഇനിയും ഉയർത്തി പറ്റും. റോഡ് പൊങ്ങിപ്പോയിരിക്കുകയാണ്. അല്ലെങ്കിൽ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം കയറാതിരിക്കാനുള്ള എന്തെങ്കിലും സംവിധാനത്തെ പറ്റി നോക്കാം. അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് വരുന്നത് റോഡിലെ വെള്ളം തടഞ്ഞു. ഇനിയിപ്പോൾ ആ ഇറങ്ങുന്ന ഭാഗത്ത് ഒരു ഓട പോലെ വെള്ളം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഗ്രില്ലൊക്കെ ഇട്ടിട്ട് ആ വെള്ളം അതിനകത്ത് ഇറങ്ങാനുള്ള എന്തെങ്കിലും. കാരണം അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് കയറും. ഇത് ഒരു പരിധി കൂടുതൽ നമുക്കിത് പൊക്കാനും പറ്റില്ല. എന്നാലും പൊക്കിയേ പറ്റൂ. ഇവിടെ നിന്നുള്ള വെള്ളം നിൽക്കും. അല്ല, അത് പൊളിച്ച് മാറ്റി കഴിയുമ്പോൾ എല്ലാം നോക്കാം. ഞങ്ങൾ പിന്നെ KSRTC ഹൗസ് കീപ്പിംഗ് വിങ് തുടങ്ങുകയാണ്. എല്ലാ ബസ് സ്റ്റേഷനിലും വൃത്തിയായി സൂക്ഷിക്കാനും ബസ് സ്റ്റേഷൻ്റെ ടോയ്ലറ്റുകളും മറ്റു സ്ഥലം എല്ലാം വൃത്തിയായി സൂക്ഷിക്കാനും വേണ്ടി അതിൻ്റെ ചലന്തി വല ഉണ്ടെങ്കിൽ തന്നെ അടുപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്യാൻ ഞങ്ങളൊരു ഹൗസ് കീപ്പിംഗ് വിങ്ങിനെ തയ്യാറാക്കുന്നുണ്ട്. KSRTCക്കും സ്വിഫ്റ്റിനും വേണ്ടി ഹൗസ് കീപ്പിങ്ങിൽ പരിചയസമ്പന്നരായ ആളുകളെ തിരഞ്ഞെടുത്ത് ഒരു ടീമിനെ വയ്ക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇവിടെയുള്ള ജീവനക്കാരും സഹായിക്കും. ഇപ്പം തന്നെ യൂണിയൻസുമായിട്ട് നടത്തുന്ന ഒരു മീറ്റിംഗ് എന്ന ഹൗസ് കീപ്പിംഗാണ്. അത് വളരെ മോശമായി കിടക്കുന്ന കണ്ടീഷൻ ആയതുകൊണ്ട് ഇതെല്ലാം മാറ്റി ചെയ്യേണ്ടി വരും. ഇവിടെ ഇപ്പോൾ പുതുതായിട്ട് ഒരെണ്ണം പൊളിച്ച് പണിയാനിപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. അത് ഇതിനെ ഒന്ന് നല്ല വൃത്തിയാക്കി എടുക്കും. അല്ല, അത് അറിഞ്ഞില്ല. ഇത് പ്ലാൻ അതൊക്കെ നടക്കും അടുത്ത മഴയ്ക്ക് മുമ്പ്. ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കില്ലേ എവിടെ? അല്ല, ചതുപ്പ് എടുക്കാൻ പറ്റത്തില്ല. അതവർ വേറെ സ്ഥലം തരും. എഗ്രിമെൻ്റ് എടുത്ത് തരുമായിരിക്കും. ഞങ്ങൾക്ക് മണ്ണിട്ട് വെക്കാനൊന്നും വയ്യ. മണ്ണിട്ട് പൊക്കിയാൽ IB പണിത ആ കെട്ടിടം നശിച്ച പോലെ നശിക്കുക. അതിൻ്റെ ആ എഞ്ചിനീയറെ കുഴപ്പമാണ്. അവർ സർവീസിൽ നിന്ന് പുറത്തായി. പക്ഷേ എന്നാൽ പോലും അതൊരു വലിയ നഷ്ടമാണ്. കാരണം പ്രത്യേകം ഒരു ഐഡിയ ഒന്നും ഇല്ലാതെ ഇത് പണ്ട് കോർപ്പറേഷൻ മാലിന്യങ്ങൾ തട്ടി ഉയർത്തിയെടുത്ത ആ സ്ഥലം. അവിടെയാണ് ശരിയായ ഒരു ബേസ്മെൻറ്റ് കൊടുക്കാതെ അത് പണിതുകൊണ്ടാണ് ഇത്